ഇറാനുമായുള്ള ചർച്ചകൾക്കായുള്ള US സംഘത്തിന്റെ യാത്ര റദ്ദാക്കി. സ്റ്റീവ് വിറ്റ്കോഫും ജറാദ് കുഷ്നറും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപാണ് യാത്ര റദ്ദാക്കിയത്. 18 മണിക്കൂർ വിമാനയാത്ര നടത്തിയിട്ട് ഒന്നും ചർച്ച ചെയ്യാനില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. അതേസമയം പാകിസ്ഥാനിൽ നടത്തിയ ചർച്ചകൾ ഫലപ്രദമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിനയ് ഉണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനയ്, നിലവിൽ എന്താണ് ഈ രീതിയിൽ അമേരിക്കയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ ഈ വിധം വരാൻ കാരണം? ഇസ്ലാമാബാദ് ചർച്ച ഉറ്റുനോക്കുകയായിരുന്നു ലോകം. അങ്ങോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം അവസാന മണിക്കൂറിൽ എന്തുകൊണ്ട് ട്രംപ് കൈക്കൊണ്ടു? ഒപ്പം തന്നെ അബ്ബാസ് അരക്ചി പറയുന്നത് പക്ഷേ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ ഫലം കണ്ടു എന്നാണ്. അത് ഏത് ചർച്ചകളാണ്? പാകിസ്ഥാനും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ലോകം ഉറ്റുനോക്കുന്ന ഒരു സമാധാന ചർച്ചയാണ് ഇന്ന് ഇസ്ലാമാബാദിൽ എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അടങ്ങുന്ന പ്രതിനിധി സംഘം ഇന്നലെ രാത്രി ഇസ്ലാമാബാദിലെത്തി. ഇന്ന് അവർ ഉന്നതതല യോഗങ്ങൾ ചേർന്നിരുന്നു. പ്രധാനമായും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുമായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ പ്രധാനമായും ഇറാന്റെ ആവശ്യങ്ങളടങ്ങിയ ഔദ്യോഗിക പട്ടിക, ഇതിൽ പറയുന്ന ഹോർമുസ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഔദ്യോഗിക പട്ടിക പാകിസ്ഥാന് കൈമാറുകയും പാകിസ്ഥാൻ ഇക്കാര്യം അമേരിക്കയുമായി ചർച്ച നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു അതിന്റെ ഒരു കാര്യം. എന്നാൽ ഇതിന് നിൽക്കാതെ തന്നെ ഈ സമയത്ത് തന്നെ അബ്ബാസ് അരാക്ചിയും സംഘവും ഈ പട്ടിക കൈമാറിയ ശേഷം ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അവർ ആദ്യം ഒമാനിലേക്കും പിന്നീട് റഷ്യയിലേക്കുമാണ് മടങ്ങിപ്പോയത്. ഈ അബ്ബാസ് അരാക്ചി മടങ്ങിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപനം വന്നത്. അതായത് ഈ പാകിസ്ഥാനിലേക്ക് US പ്രതിനിധി സംഘം ഇനി പോകില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടിയിരുന്നത് പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ട്രംപിന്റെ മരുമകൻ ജറാദ് കുഷ്നറുമായിരുന്നു. ഈ സംഘത്തോട് അവരുടെ യാത്ര റദ്ദാക്കാൻ ഇപ്പോൾ ട്രംപ് അറിയിച്ചിട്ടുണ്ട്. 18 മണിക്കൂർ ഇത്തരത്തിൽ വിമാനയാത്ര നടത്തിയിട്ട് അവർക്കൊന്നും അവിടെ സംസാരിക്കാനില്ലെന്നും ട്രംപ് ഇതിൽ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു കാര്യം കൂടി ട്രംപ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാന് എന്തെങ്കിലും ഇനി സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെ നേരിട്ട് വിളിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ട്രംപ് പറയുന്നതിലൂടെ. ഇനി ഒരു സമാധാന മധ്യസ്ഥ ചർച്ചകൾക്ക് US ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ് ട്രംപ് പറയുന്നത്. അതായത് പാകിസ്ഥാന്റെയോ മറ്റേതോ രാജ്യങ്ങളുടെയോ മധ്യസ്ഥതയിൽ ഇനി ഒരു ചർച്ചകൾക്കും പ്രസക്തി ഇല്ല എന്നുള്ള കാര്യമാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പറയുന്നത്. എന്തായാലും അത്തരം ഒരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. ഇതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനുമായി ഇറാൻ ഇന്ന് നടത്തിയ ചർച്ചകൾ ഫലപ്രദമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിക്കൊണ്ട് എക്സിലൂടെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ ഇറാൻ അഭിനന്ദിക്കുന്നു. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നുള്ള ഇറാന്റെ നിലപാടാണ് ഇന്ന് ഇറാൻ പാകിസ്ഥാൻ ചർച്ചയിൽ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ US ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ US-ന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ഒരു നിലപാടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇന്ന് അബ്ബാസ് അരാക്ചി ഈ എക്സ്പോസിൽ പറയുന്നത്. അതായത് സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷേ സമാധാന ചർച്ചകൾക്ക് ഇറാനോ അല്ലെങ്കിൽ US തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് വരുന്നത്. എന്തായാലും ഇനിയുള്ള സമാധാന ചർച്ചകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാവി എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. പ്രജിൻ, ശരി. വിനയ് ഉണ്ണിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.